കരുവന്നൂർ സഹകരണ കോളേജിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. ഇത് 4ാം തവണയാണ് MM വർഗീസ് ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകുന്നത്. പാർട്ടിക്ക് കരുവന്നൂരിൽ അക്കൗണ്ടുകൾ ഉള്ളതായി അറിയില്ലെന്നും ഇഡി ഉദ്യോഗസ്ഥരിൽ നിന്ന് സമ്മർദ്ദങ്ങളൊന്നുമില്ലെന്നും MM വർഗീസ് പറഞ്ഞു. സഹകരണ ബാങ്കുകളിലെ പാർട്ടി അക്കൗണ്ടുകളെക്കുറിച്ച് CPM നേതൃത്വത്തിന് അറിവുണ്ടായിരുന്നുവെന്ന് ഇഡി. കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിലെ അന്വേഷണത്തിന്റെ 2ാം ഘട്ടം CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ കേന്ദ്രീകരിച്ചാണ് നീങ്ങുന്നത്. തൃശൂരിലെ വിവിധ സഹകരണ ബാങ്കുകളിലെ CPM അക്കൗണ്ടുകളെക്കുറിച്ച് അറിവുണ്ടായിട്ടും ജില്ലാ സെക്രട്ടറി വിവരങ്ങൾ മറച്ചുവെക്കുകയാണെന്നാണ് ഇഡി കണ്ടെത്തിയിട്ടുള്ളത്. തുടർച്ചയായ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചേക്കുമെന്നും അന്വേഷണ സംഘം കരുതുന്നു. ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരായ MM വർഗീസ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന ആരോപണങ്ങൾ നിഷേധിച്ചു. അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥരിൽ നിന്ന് സമ്മർദ്ദമില്ലെന്നും MM വർഗീസ് പ്രതികരിച്ചു. കരുവന്നൂരിൽ ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റികൾക്ക് അക്കൗണ്ടുകൾ ഉണ്ടാകേണ്ട കാര്യമില്ല. അവര് വളരെ സൗഹാർദ്ദപരമായിട്ടാണ് എന്നോട് ഇടപെട്ടിട്ടുള്ളത്. 5 അക്കൗണ്ടുകളുണ്ട് കരുവന്നൂരിൽ എന്നാണ് ജില്ലാ കമ്മിറ്റിക്ക്. 5 അക്കൗണ്ടുകൾ ലോക്കൽ കമ്മിറ്റിക്ക് 5 അതറിയില്ല. ലോക്കൽ കമ്മിറ്റിക്ക് 5 അക്കൗണ്ട് ഉണ്ടാവേണ്ട കാര്യമില്ല. 4ാം തവണയാണ് MM വർഗീസിനെ വിളിച്ചു വരുത്തിയത്. നവംബർ 24, ഡിസംബർ 1, ഡിസംബർ 19 തീയതികളിലും ചോദ്യം ചെയ്തിരുന്നു. അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്ത CPM പ്രാദേശിക നേതാക്കളെയും തുടർച്ചയായി ചോദ്യം ചെയ്യുന്നുണ്ട്. പ്രാദേശിക നേതാക്കളായിരുന്നു പാർട്ടി അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്നത്. CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായ MP രാജു, ബാങ്ക് മുൻ വൈസ് പ്രസിഡന്റ് AR പീതാംബരൻ എന്നിവർക്ക് പുറമെ കൂടുതൽ പ്രാദേശിക നേതാക്കൾക്കും ചോദ്യം ചെയ്യലിനെത്താൻ സമൻസ് നൽകും. ജനം, കൊച്ചി.